വിളിച്ചായിരുന്നല്ലോ. ഞാനോ? ഒന്ന് പോയേടോ. ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. നല്ലൊരു ക്രിസ്മസ് ആയിക്കൊണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അതിരാവിലെ ഇറച്ചിക്കടയിലോട്ട് വിളിച്ചിട്ട് തോന്നിവസം പറയുന്നു. പോത്തന വെട്ടുന്ന കത്തിയാ കയ്യിലിരിക്കുന്ന. പറഞ്ഞേക്കാം. ദൈവമേ, ഇറച്ചിക്കടയോ? അതിപ്പോ വിളിച്ചു. ആ, എന്തേലും ആട്ടെ. എന്താടി ശോശാമ്മ അതിരാവിലെ? ഇന്ന് ആർക്കാ അതിന്റെ പിടി പോയത്? എന്റെ മനുഷ്യ, നിങ്ങളൊന്ന് പോയി കിടക്ക്. ഡോക്ടർ പറഞ്ഞതല്ലേ ശരീരം അനങ്ങരുതെന്ന്. എന്നും പറഞ്ഞ് എനിക്ക് അവിടെ പോയി കിടക്കാൻ പറ്റുമോ? അതിരാവിലെ മുതൽ സൂര്യൻ അസ്തമിക്കുന്നവരെ കൈക്കോട്ടെടുത്ത് കിടക്കുന്നവനായിരുന്നു ഞാൻ. അതൊക്കെ പണ്ട്. ഇപ്പൊ പ്രായമായി. ഓർമ്മ ഇരിക്കട്ടെ. നമ്മുടെ മോൻ ഇതുവരെ ഒന്നും വിളിച്ചില്ലല്ലോ. അവന് തിരക്കായിരിക്കും. പണ്ടൊക്കെ എന്നും വിളിക്കുമായിരുന്നു. പിന്നെ ആഴ്ചയിൽ ഒന്നാണ്. ഇപ്പോ അതുമില്ല. ഈ ക്രിസ്മസിനെങ്കിലും ഒന്ന് കാണാമെന്ന് കരുതിയതാണ് അവനെയും വേറെ കുട്ടികളെയും. അതും കൂടി കണ്ടിട്ട് മരിക്കണമെന്ന ആഗ്രഹം. നിങ്ങളിങ്ങനെ മരിക്കുന്ന കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നോ? നാളെ കഴിഞ്ഞ് ക്രിസ്മസാ. ഇത്തവണയെങ്കിലും രാത്രി പള്ളിയിൽ പോകണം. പാതിരാ കുർബാന കാണണം. കൊറേ കാലമായില്ലേ. വയറ് വിശക്കുന്നു. ഇന്നെന്താ വല്ലതും ഉണ്ടാക്കി കാണുമോ അവള്? അവൾ ഒരുത്തി ഉള്ളത് കൊണ്ടാ ഈ വീട്ടിലൊരു അനക്കമൊക്കെ ഉള്ളത്. അപ്പച്ചാ, ഗുളിക കഴിച്ചോ? അമ്മേ, ആഹാരത്ത് വെച്ചിട്ടുണ്ടേ. ഞാൻ ആ മുറ്റമൊക്കെ അടിച്ചിട്ട് വരാം. നീ കഴിച്ചിട്ട് പോയി ചെയ്താ മതി. ഇല്ലമ്മേ, ഇന്നെന്റെ ചേട്ടൻ വരുന്ന ദിവസമാ. പണിയൊക്കെ തീർത്തിട്ട് ഇത്തിരി നേരത്തെ പോവാണേ. എന്തൊക്കെ പറഞ്ഞാലും അവളും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? സ്വന്തം മാതാപിതാക്കളെ നോക്കുന്നത് പോലെയാ അവള് നമ്മളെ നോക്കുന്നത്. അവൾ എനിക്ക് വേലക്കാരിയല്ല, മകളെ പോലെയാണ്. വാ, വന്ന് ഭക്ഷണം കഴിക്കേ. ആട്ടെ, നിങ്ങൾ പല്ലൊക്കെ തേച്ചോ? ഓ, അതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ തന്നെ ക്ലീൻ ആയിക്കോളൂ. ഇതാ പറയുന്നത്, നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ. എന്റെ അടുത്തോട്ടൊന്നും വന്നേക്കരുത് ഇങ്ങനൊരു മനുഷ്യൻ. വാ, വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ദേ, ഈ കുത്രാന്തത്തിൽ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് തോന്നണു. അവളോട് നോക്കാൻ പറയാം. രാഗിണി മോളെ, ഒന്നിങ്ങ് വന്നേ. എന്താ അമ്മേ, വിളിച്ചായിരുന്നോ? ദേ, ഈ കുത്രാന്തത്തിൽ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് നോക്കിയേക്കേ. അതെ അപ്പച്ച, ഫ്രെഡിയുടെ മെസ്സേജാ. വായിക്കും മോളെ, ഞങ്ങളും കൂടി ഒന്ന് കേൾക്കട്ടെ. അവൻ വരുന്നുണ്ടെന്നായിരിക്കും. അമ്മേ, ചാച്ചാ, ക്ഷമിക്കണം. എനിക്കൊരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ട്. അവൾക്കാണെങ്കിൽ ലീവ് കിട്ടില്ലെന്ന് പറയുന്നു. ഇത്തവണത്തെ ക്രിസ്മസിന് ഞങ്ങൾ വരില്ല. സമയം കിട്ടിയാൽ പിന്നീട് വരാം. ഹാപ്പി ക്രിസ്മസ് എന്ന് ഫ്രെഡി. അപ്പോ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും അവന് വരാൻ പറ്റില്ല അല്ലേ? ഇനി എന്റെ അടക്കം കൂടാനെങ്കിലും അവന് വരാൻ നേരമുണ്ടാകുമോ എന്തോ. അവൻ പറ്റുന്ന വാക്കുകൾ പറയാതിരിക്കും. അവന് ലീവില്ലാതിരിക്കും. നമ്മളല്ലേ ഇവിടെ വെറുതെ ഇരിക്കുന്നത്. അവന് പിടിപ്പത് പണിയുണ്ടായിരിക്കും. ഒന്നേ ഉള്ളുവെങ്കിലും വാർദ്ധക്യത്തിൽ അടുത്തുണ്ടാവണമെന്ന് കൊതിച്ചത് നമ്മുടെ തെറ്റാ. നമ്മുടെ വിധി. അല്ലാണ്ട് എന്തു പറയാൻ? നിങ്ങൾ കഴിക്കുന്നില്ലേ? വേണ്ട, അതെടുത്ത് ആ നായ്ക്കിട്ട് കൊടുക്ക്. അത് വാലാട്ടിയെങ്കിലും കാണിക്കും. എന്റെ വിശപ്പ് കെട്ടുപോയി. അമ്മേ, വിഷമിക്കാതെ. ക്രിസ്മസ് കഴിയുമ്പോൾ ഫ്രെഡി വരും. അപ്പനമ്മമാർക്ക്
മക്കളെ കാണാനും മിണ്ടാനും കഴിയുന്നതാ ഏറ്റവും വലിയ സന്തോഷം. അവനില്ലാത്ത ക്രിസ്മസ് ഞങ്ങൾക്ക് ഇരുട്ട. അതുകൊണ്ട് ഇത്തവണ ഈ വീട്ടിൽ ക്രിസ്മസ് ഇല്ല. മോളെ, നീ ആ കെട്ടിവെച്ചേക്കുന്ന നക്ഷത്രം അങ്ങ് അഴിച്ചു മാറ്റിയേക്ക്. അങ്ങനെ ഒരു ക്രിസ്മസ് കൂടിയായി. ഇന്നലെ രാത്രി കുർബാനയ്ക്കിടയ്ക്ക് ഞാൻ അറിയാതെ ഒരുപാട് കരഞ്ഞു, നമ്മുടെ മകനെ ഓർത്ത്. ക്രിസ്മസിന് എല്ലാവരും ചിരിക്കുകയല്ലേടി ചെയ്യേണ്ടത്. മനസ്സിൽ സങ്കടം വന്നാലും അങ്ങ് ചിരിച്ചു കളഞ്ഞേക്കണം. മക്കളില്ലാത്തവർക്കും മക്കള് കൂടെ ഉണ്ടെങ്കിലും അടുത്തില്ലാത്തവർക്കും ചിരിക്കാൻ വലിയ പാടാം.